ഏപ്രിൽ 7 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ജോൺ ബാപ്റ്റിസ്റ്റ് ദ ലാസാൽ, വിശുദ്ധ ഹെർമൻ ജോസഫ്, വിശുദ്ധ ഐബർട്ട്, വിശുദ്ധ അഫ്രാറ്റസ്, വിശുദ്ധ ബ്രിനാക്, വിശുദ്ധ കല്ലിയോപ്പൂസ്. ഇന്നേ ദിവസം നമുക്ക് 2 വിശുദ്ധരെ പരിചയപ്പെടാം. വിശുദ്ധ ജോൺ ബാപ്റ്റിസ്റ്റ് ദ ലാസാൽ 1651 1719 കാലഘട്ടത്തിലാണ് വിശുദ്ധ ജോൺ ബാപ്റ്റിസ്റ്റ് ദ ലാസാൽ ജീവിച്ചിരുന്നത്. ഫ്രാൻസിൽ സമ്പന്നമായ ഒരു കുലീന കുടുംബത്തിൽ ജോൺ ജനിച്ചു. സുമുഖനായിരുന്ന ജോൺ 11ാമത്തെ വയസ്സിൽ സെമിനാരിയിൽ പ്രവേശിച്ചു. 27ാമത്തെ വയസ്സിൽ പുരോഹിതനായി. വൈദിക ലോകത്തൊരു ഉയർന്ന സ്ഥാനം ന്യായമായി ജോണിന് പ്രതീക്ഷിക്കാമായിരുന്നെങ്കിലും അദ്ദേഹം റൂവനിൽ ദരിദ്രബാലന്മാർക്ക് വേണ്ടി സ്കൂൾ നടത്താനാണ് തീരുമാനമെടുത്തത്. ആദ്യം അധ്യാപക ജോലി വിരസമായി തോന്നിയെങ്കിലും ക്രമേണ പൂർണ്ണ ഹൃദയവും വിദ്യാഭ്യാസത്തിന് സമർപ്പിക്കുവാൻ തുടങ്ങി. റിംസിലെ കാനൻ സ്ഥാനവും കുടുംബ ബന്ധങ്ങളും ഉപേക്ഷിച്ച് സ്കൂൾ പ്രവർത്തനത്തിൽ പൂർണ്ണമായും മുഴുകി. അതിന് സഹായകമായി ക്രിസ്തീയ സഹോദരന്മാർ എന്ന സന്യാസ സഭ അദ്ദേഹം സ്ഥാപിച്ചു. ഈ സഭ അതിവേഗം വളർന്നു. കുട്ടികളെ പഠിപ്പിക്കാനും അധ്യാപകർക്ക് ശിക്ഷണം നൽകുവാനും പുതിയ പദ്ധതികൾ അദ്ദേഹം വിജയപൂർവ്വം ആരംഭിച്ചു. തന്നിമിത്തം മറ്റ് സ്കൂളുകളും അസൂയാലുക്കളായി. ജാൻസനിസ്റ്റ് പാഷണ്ടികൾ അദ്ദേഹത്തെ എതിർത്തുവെങ്കിലും എല്ലാ പ്രവർത്തനങ്ങളും വിജയം ചൂടി. ശ്വാസകോശ രോഗബാധിതനായി 69ാമത്തെ വയസ്സിൽ അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു. 1900 ആണ്ടിൽ അദ്ദേഹത്തെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്തു. 1950 12ാം പിയൂസ് മാർപ്പാപ്പ അദ്ദേഹത്തെ സ്കൂൾ അധ്യാപകരുടെ മധ്യസ്ഥനായി പ്രഖ്യാപിച്ചു. വിശുദ്ധ ജോൺ ബാപ്റ്റിസ്റ്റ് ദ ലാസാലെ എല്ലാ സ്കൂൾ അധ്യാപകർക്ക് വേണ്ടിയും അധ്യാപനം ഒരു തൊഴിലായി സ്വീകരിച്ച എല്ലാ വ്യക്തികൾക്ക് വേണ്ടിയും ഈശോയുടെ മുമ്പിൽ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. രണ്ടാമതായി നമുക്ക് വിശുദ്ധ ഹെർമൻ ജോസഫിനെ പരിചയപ്പെടാം. 1750 1241 വിശുദ്ധ ഹെർമൻ ജോസഫ് ജീവിച്ചിരുന്നത്. ഹെർമൻ ജർമ്മനിയിൽ കൊളോൺ നഗരത്തിൽ ജനിച്ചു. ദൈവമാതൃഭക്തിയിൽ അനുസ്യൂതം ജീവിച്ചു. 91ാമത്തെ വയസ്സിൽ മരിച്ച ഒരു വിശുദ്ധനാണ് ഹെർമൻ ജോസഫ്. 12ാമത്തെ വയസ്സിൽ നോർബർട്ടൈൻ സഭയുടെ ഒരു ആശ്രമത്തിൽ ഹെർമൻ താമസം തുടങ്ങി. പ്രാർത്ഥനയും ഉപവാസവും ഹെർമനെ വിശിഷ്ട സ്വർഗീയ അനുഗ്രഹങ്ങൾക്ക് പാത്രമാക്കി. ദൈവമാതാവിൻ്റെ പ്രത്യേക ഭക്തനായ വിശുദ്ധ ഹെർമൻ്റെ ചിത്രം വരയ്ക്കുന്നത് പരിശുദ്ധ മറിയം അദ്ദേഹത്തിന് ഒരു ആപ്പിൾ വെച്ച് നീട്ടിക്കൊടുക്കുന്നതായിട്ടാണ്. ദൈവമാതാവ് നിരവധി വേളകളിൽ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദൈവമാതാവ് ഹെർമന് നൽകിയിരുന്ന വിശിഷ്ട അനുഗ്രഹങ്ങൾ കണ്ടിട്ട് സഹനോബിസുമാർ പറഞ്ഞിരുന്നത് ദൈവമാതാവ് ഹെർമനെ വിശുദ്ധ എൽസപിതാവിനെ പോലെയാണ് കണ്ടിരുന്നത് എന്നാണ്. അങ്ങനെയാണ് ഹെർമന് ജോസഫ് എന്ന ദ്വിതീയ നാമം ലഭിച്ചത്. സ്ത്രീധനമായി ഹെർമന് ലഭിച്ചത് ശാരീരികവും മാനസികവുമായ വേദനയാണ്. 1241 ഏപ്രിൽ 4 അദ്ദേഹം ദിവംഗതനായി. 12ാം പിയൂസ് മാർപ്പാപ്പ 1958 ഓഗസ്റ്റ് 11 അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. വിശുദ്ധനായ ഹെർമൻ ജോസഫെ, ഞങ്ങൾക്ക് എന്താവശ്യം വന്നാലും പരിശുദ്ധ കന്യകാമറിയത്തോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുവാൻ പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.